ഹായ്, എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനം എത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ പോൾമോന് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇന്നലെ റൈസ് വേവിച്ച് വെച്ച്, അപ്പോൾ ഇത്തിരി 2 മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇതുകൂടെ ഇട്ട് കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാനൊരിച്ചിരി ആദ്യം മുട്ട അങ്ങനെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തു. പിന്നെ ഞാൻ ചീനച്ചട്ടിയിൽ ഇത്തിരി സവാള മാത്രമേ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് പിന്നെ റൈസും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് പിന്നെ മുട്ടയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ടിഫിൻ ഇവിടെ റെഡിയായി. അന്നേരം രാവിലത്തെയൊക്കെ കഴിഞ്ഞു. തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ടിരിക്കുക. എന്നിട്ട് തല എണ്ണ തേച്ചിട്ട് ഉടനെ ഞാൻ തല ചീകാറില്ല. തേച്ചിട്ട് ഇത്തിരി വാരി കെട്ടി വെച്ച് കുറച്ച് കഴിഞ്ഞേ ചീവത്തുള്ളൂ. രാവിലത്തെയൊക്കെ കഴിഞ്ഞു. വെള്ളം ബോട്ടിലുകളിൽ നിറച്ചു, വെള്ളം കുടിക്കാൻ വെച്ചു, അതിലൊഴിച്ച് ക്യാനിലൊഴിച്ചു, വെള്ളം തിളച്ചു. അത് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടികളാണ്. വെള്ളം കുടിക്കാൻ വെച്ചെങ്കിൽ ഞാൻ ഒരാഴ്ചയായി ഞാൻ പറയാം ഞങ്ങളുടെ ചർച്ചിൽ ഒരു എനിക്ക് ഇച്ചിരി പുതിന തന്നെന്ന്. ഇപ്പം നോക്കിയപ്പോഴത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത്. അതാണ് ഈ കെമിക്കലൊന്നും ചേർക്കാത്ത ഇലയായതുകൊണ്ട് ഇപ്പോഴും എടുത്തിട്ട് അത് നത്തുപോലെ ഇരിക്കുന്നുള്ളൂ. ഞാൻ അപ്പോൾ അത് കണ്ടോണ്ട് ഇച്ചിരി പുതിന വെള്ളം അനത്താൻ കുടിക്കാൻ നല്ലതല്ലേ, അത് നടപ്പത്ത് വെച്ചു. അരി അടപ്പത്തിട്ടു. ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അത് ചുമന്ന ചോറ്, അത് ഞാൻ വെച്ച് വറുത്തു. അതിവിടെ ഇനിയും 3-4 ദിവസം ഞാനാണത് യൂസ് ചെയ്യുന്നത്. ഇവർക്കൊന്നും അത്ര ഇങ്ങോട്ട് പിടുത്തമില്ല. പുതിനയിട്ട വെള്ളം, അരി ഇവിടെ തിളയ്ക്കാറായി. ഇച്ചിരി പ്രോൺസ് ഉണ്ട്, അതെടുത്ത് വെള്ളത്തിൽ ഇട്ടു. അരി അവിടെ വാർത്തിട്ടേക്കുന്നു. ഞാൻ വിചാരിച്ചു ചപ്പാത്തിക്കെന്നാ ഉരുളൻകിഴങ്ങ് തോരൻ വെക്കാമെന്ന്. ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് അതാകുമ്പോൾ പെട്ടെന്ന് ഒത്തിരി ഒന്ന് ആവി കയറിയാൽ മതിയല്ലേ. മെഴുക്ക് വരട്ടാതെ ഈ ഇച്ചിരി തേങ്ങ ഇട്ടിട്ട് ഉരുളൻകിഴങ്ങ് തോരനൊക്കെ ഇച്ചിരിയും തേങ്ങ മതി. അങ്ങനെ കൂടുതൽ തേങ്ങ ഇട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനാണെങ്കിൽ ഒരു ഇച്ചിരി പേരിന് വേണ്ടി ചേർക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് സവാളയും പച്ചമുളക് അങ്ങനെ എരിവൊന്നും അല്ല. നമ്മൾ പച്ചമുളക് ഇവിടെ 2 ടൈപ്പിൽ കിട്ടും. എരിവുള്ളതും കിട്ടും, എരിവില്ലാത്തതും കിട്ടും. ഇത് എരിവില്ലാത്തയാണ്. വെറുതെ പച്ചമുളകെന്ന് പേരേ ഉള്ളൂ, ഒട്ടും എരിവില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഇച്ചിരി തേങ്ങ ഇട്ടിട്ട് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് ആവി കയറുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, സ്വല്പം. അതങ്ങ് റെഡിയാവും. ഇവിടെ പ്രോൺസ് ആണെങ്കിൽ റൈച്ചാനാണ് ഏറ്റവും ഇഷ്ടം. അത് കറി വെച്ചാൽ ഇന്നാളി വെച്ചതുപോലെ ഇത്തിരി മസാല പോലെ. ഇവിടെ തീയലൊന്നും വെച്ചാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. വറുത്താലൊട്ട് കുറച്ചല്ല കാണും. തോരൻ ഞാൻ ചിന്തിച്ചോ തേങ്ങയുടെ ഇതുകൊണ്ട് തോരൻ വെക്കുന്നില്ല. ആ മസാല പോലെ ആകുമ്പം നല്ലതാണ്. ഇത് കുറേ സമയം എടുക്കും ഇതിൻ്റെ നൂലെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ ബ്ലൂ പാത്രത്തിൽ ആ വെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വഴുവഴുപ്പും വിനാഗിരി ഒഴിക്കുമ്പോൾ അതിൻ്റെ കളറൂടെ അങ്ങ് മാറും. അപ്പോൾ ഞാനിങ്ങനെ ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ തൊലി ഒന്ന് എടുക്കട്ടെ. പക്ഷേ ഇത്തിരി വലിയ പ്രോൺസ് ആയിരുന്നു. ഞാനത് കട്ട് ചെയ്തതൊന്നുമില്ല, അങ്ങനെ ഞാനങ്ങ് ഉണ്ടാക്കുമായിരുന്നു. ഇന്നാളി വാങ്ങിച്ചത് ഇത്രയും വലിയതല്ലായിരുന്നു. ഇവിടെ ഇപ്പം നമ്മുടെ ഉരുളൻകിഴങ്ങ് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം ഞാൻ അതിൻ്റെ നൂലൊക്കെ വലിച്ചെടുത്തു. ഇനി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അത് ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും. ഇതിപ്പോൾ 1 കിലോ പ്രോൺസാണ് വാങ്ങിച്ചത്. 1 കിലോ പ്രോൺസ് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്ത് കിട്ടണം. ഞാനിപ്പോൾ ഒന്ന് വെയിറ്റ് നോക്കിയുണ്ടേ, 520. 1/2 കിലോ എന്ന് പറയാം, പകുതിയാണ് കിട്ടുന്നത്. അതാണ് ഞാൻ ഈ പ്രോൺസ് അച്ചാർ ഇടുമ്പോഴും എനിക്ക് നേരത്തെ അറിയാം, പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, സ്വല്പം ഉപ്പ്, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറിലും വെക്കാം.
നമുക്ക് പകുതിക്ക് പകുതി കിട്ടിയെങ്കിലും ഈ അച്ചാറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മളിത് വറക്കത്തില്ലേ, അച്ചാറിടുമ്പോൾ നന്നായിട്ട് വറക്കണമല്ലേ. വറക്കുന്നുണ്ടെങ്കിൽ അതിലും പകുതിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു 1/2 കിലോ കൊഞ്ചച്ചാർ വേണമെങ്കിൽ ഒരു 1.25-1.5 കിലോയോളം, 1.25 കിലോ ആണെങ്കിൽ ഒരു 1/2 കിലോ നമുക്ക് കിട്ടും. അപ്പം ഞാനിത് വലിയ പാനാണ് എടുത്തത്. ഇത് ഞാൻ ചിന്തിച്ചെന്നാൽ ഒറ്റ അടിക്കിത് വറക്കാമെന്നാണ് ചിന്തിച്ചാൽ വലിയ പാൻ എടുത്തത്. പക്ഷേ എനിക്ക് ഒറ്റ അടിക്ക് അത് വറക്കാൻ പറ്റിയില്ല. ഒരു 2 പ്രാവശ്യമായിട്ടാണ് വറക്കാനായിട്ട് പറ്റിയത്. ഞാൻ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു ഇടുന്നത്, എന്നിട്ടും പറ്റിയില്ല, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഈ സൈഡ് എടുത്തിട്ട് പിന്നെ എനിക്ക് എല്ലാം കൂടെ മറിച്ചിടാൻ സമയം കിട്ടാൻ ഞാൻ എല്ലാം കൂടി ഇങ്ങനെ അങ്ങ് ഇളക്കി, കുറച്ച് നേരം ഇളക്കി. അതിൻ്റെ വെള്ളമൊക്കെ ഇച്ചിരി വന്നൊരു കണ്ടില്ലേ, അത് വലിയതാണ്, ചുരുങ്ങിയപ്പോഴും വലുതാണ്. വേണേ കട്ട് ചെയ്താൽ പിന്നെ അങ്ങ് ഒത്തിരി അങ്ങ് പൊടിയാവും. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാഞ്ഞത്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വറുത്തേ, അത് മതി. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും, ഒരു 2 കറിവേപ്പില, 3 അല്ലി വെളുത്തുള്ളി വലുതൊന്ന് കീറിയിട്ടുണ്ട്. ഇതിലേക്ക് 3 വലിയ സവാളയും 2-3 പച്ചമുളകും, ഒട്ടും എരിവില്ലാത്ത പച്ചമുളകാണിത്. നല്ല തീയിൽ തന്നു വഴട്ടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. നിറച്ചെടുത്തിട്ടുണ്ട്, കാരണം ഇതൊരു 1/2 കിലോ ഉണ്ടല്ലോ. ഒരു 3 മീഡിയം സൈസിലെ ടൊമാറ്റോ. ഇനി ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ ടൊമാറ്റോ ഒട്ടും പുളിയുള്ളതല്ല കേട്ടോ, അതുകൊണ്ടാണ്. പുളിയുള്ളതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതി. കുറച്ച് നേരം അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണേ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുള്ളേ. മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ. ഗരം മസാല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗരം മസാല ചേർത്തില്ല. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. പെരിഞ്ജീരകം പൊടിച്ചതും ഒരു 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി ഒരു 1 ടീസ്പൂൺ. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്, കാരണം പൊടികളെല്ലാം വേവണം. പച്ചയ്ക്കാണെങ്കിൽ അത് അതിൻ്റെ മസാലയുടെ പച്ചമണം പോയില്ലെങ്കിൽ നമ്മുടെ കറിക്ക് തന്നെ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി. ഞാൻ തീ കുറച്ചിട്ടിട്ട് ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ഒന്ന് തീ കൂട്ടും. ഒരു 5-6 മിനിറ്റോളം ഞാനിങ്ങനെ ചെറിയ തീയിലിട്ടിങ്ങനെ മൂപ്പിച്ചെടുത്തേ. ഞാൻ പറയില്ല, ഇടയ്ക്ക് ഇച്ചിരി തീ കൂട്ടും. അപ്പോൾ അതിൻ്റെ മസാലയുടെ നമ്മൾ ഇളക്കുമ്പം തന്നെ അതിൻ്റെ ഒരു ചേഞ്ചസ് കണ്ടില്ലേ, ഉരുണ്ട് വരുന്നത്. അപ്പോൾ ഞാനിപ്പം നല്ല മണം വരുന്നുണ്ട് മസാലകളുടെ. ഇതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് ഈ മസാല ഒന്ന് ലൂസാക്കുന്നുണ്ട്. ഒത്തിരി ഞാൻ ചാറായിട്ടല്ല എടുക്കുന്നത്, ഇത്തിരി പെരട്ടിയുള്ള പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരിയും വെള്ളം ഒഴിച്ചു കൊടുത്തത്. അതൊന്ന് ലൂസാക്കിയിട്ട് നമുക്ക് വറുത്ത പ്രോൺസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് അത് അതിൽ കിടന്ന് നന്നായി ഒന്ന് വേവട്ടെ, മസാലയെല്ലാം അതിലൊന്ന് പിടിക്കട്ടെ. ഇത്രയും വെള്ളമല്ല, ഞാൻ പ്രോൺസ് ഒന്ന് വേവാനായിട്ട് കുറച്ചുകൂടെ വെള്ളം ഇനി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അത് നന്നായി ഒന്ന് വേവണം. ഞാൻ ഒത്തിരി അങ്ങ് നമ്മൾ വറുത്തെടുത്തിട്ടില്ലല്ലേ, ഇതിൽ കിടന്ന് വേണം ഇനി ഇത് വേവാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
കറിയുടെ ടേസ്റ്റ് നോക്കിയോണ്ടേ അതെനിക്ക് വീഡിയോ ക്ലിപ്പ് ഞാൻ ഓൺ ആക്കിയില്ലായിരുന്നു. ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചേ. കാരണം നമ്മളില്ല ടൊമാറ്റോയ്ക്ക് ഒട്ടും പുളിയില്ലെന്ന്. പുളി ഇല്ലാഞ്ഞുകൊണ്ട് ഒരു ചാറിന് അങ്ങനെ അങ്ങോട്ടൊരു ടേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം വിനാഗിരി ഒഴിച്ചോണ്ടേ അത് കറക്റ്റായി. അപ്പം ഞാനിത് 1/2 കിലോയ്ക്കാണ് ഇത്രയും ഇതാണ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചത്. പുളി നിങ്ങളുടെ ടൊമാറ്റോയ്ക്ക് പുളി ഉണ്ടെങ്കിൽ അത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ടേസ്റ്റ് നോക്കിയിട്ട് പുളി ഒന്നും ഇല്ലെങ്കിൽ ഒഴിച്ചാൽ മതിയേ. പുളി ഉണ്ടെങ്കിൽ പിന്നെ ഒഴിക്കരുത്. എത്രയാണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി അനുസരിച്ച് 1/2 ടേബിൾ സ്പൂൺ ആദ്യം ഇച്ചിരി ഒഴിച്ച് നോക്കുക. അപ്പോൾ ഇതിപ്പം കറക്റ്റായിട്ടുണ്ടേ. ഞാൻ ആദ്യം ചിന്തിച്ച് ഇന്നാളെ ക്വാണ്ടിറ്റി ഇത്തിരി കുറവല്ല, ഇന്നിപ്പോൾ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ആ ടൊമാറ്റോയ്ക്ക് ഒട്ടും അത്രയും ചേർത്തിട്ടും പുളി ഇല്ലാത്തതുകൊണ്ട് ഒരു വല്ലാത്ത ഞാൻ ചിന്തിച്ചാൽ ആദ്യം നമ്മുടെ മീനിൻ്റെ അകത്ത് ഇടുന്ന തോട്ടുപുളി ഇടാറ്. പിന്നെ ചിന്തിച്ച് വിനാഗിരി ഒഴിച്ച് നോക്കാറ്. അപ്പോൾ വിനാഗിരി ഒഴിച്ചോണ്ടെങ്കിൽ കുഴപ്പമില്ല, അതെല്ലാം മെയിൻറ്റെയിൻസ് ചെയ്ത് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചോണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ടുള്ളൊരു പുളിയേ ഉള്ളൂ. നിങ്ങൾ അതനുസരിച്ചിട്ട് വിനാഗിരി ചേർക്കേ. കഴിഞ്ഞ ദിവസമേ റേച്ചാനോട് ഞാൻ സാധനം വാങ്ങിക്കാൻ പറഞ്ഞു, ജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. റേച്ചാൻ എനിക്ക് മെസ്സേജ് ഇട്ട് ജിയോ മാർട്ടിൽ ഇല്ലാത്തത് ഞാൻ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ സാധനം വന്നു. അപ്പം എനിക്കിവിടെ ജോലിയുടെ സമയം ആയതുകൊണ്ട് ഞാൻ അതെടുത്ത് തുറന്ന് നോക്കിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിതിങ്ങനെ തുറന്ന് അവിടെ വെച്ചിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ നോക്കിയുണ്ടേ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന്. അപ്പം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയില്ല, എടുത്തിട്ട് അവിടോട്ട് ഞാൻ വെച്ചു. അപ്പം ഞാൻ ചിന്തിച്ച് ഓമയ്ക്കയാണ്. നിങ്ങൾക്കിത് കണ്ടിട്ടുണ്ടോ തോന്നി? ഓമയ്ക്കാന്ന് തോന്നി. അപ്പോൾ പോള് വൈകിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച് ഏക്കായേ ഇതെന്തോ നീ? ഞാൻ പറഞ്ഞു ചെറിയ ഓമയ്ക്കയാടാ. അവൻ പറഞ്ഞു നിങ്ങൾക്ക് ഓമയ്ക്കല്ലേ ഇത് നാരിയാണ്. അവൻ പറഞ്ഞ് ഇത്രയും ചെറിയ നാരിയല്ലോ അവൻ നോക്കിയിട്ട് പറഞ്ഞു. എൻ്റെ കാഴ്ചയുടെ ഇതുകൊണ്ടായിരുന്നെന്ന് തോന്നും. ഞാൻ പറയടാ തേങ്ങയല്ലടാ അത് ഓമയ്ക്കയാണ്. അപ്പം ഞാൻ നോക്കിയോണ്ട ഓമയ്ക്കല്ല തേങ്ങയായിരുന്നു. ഞാനൊന്ന് ഇത് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള അതോ 34 രൂപ വരണം. ഇച്ചിണിയുള്ളു ഇത്. വീഡിയോയിൽ ഇത്തിരി വലുതായിട്ട് കാണുന്നു. 2 എണ്ണം. ഇവിടെ നേരം പച്ചക്കറിക്കൊക്കെ വില കുറച്ച് കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വലിയ ആരും ഞാൻ ചിന്തിക്കുകയും ചെയ്തു, റേച്ചാൻ ഞാൻ പറയാതെ ഓമയ്ക്ക എനിക്ക് വാങ്ങിച്ചല്ലോ ഇത് കുഞ്ഞ 34 രൂപ. വിനാഗിരി ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ അടച്ചിട്ടു. അപ്പം ഇത് സമയമെടുത്ത് ഇങ്ങനെ വേവുന്നതനുസരിച്ചാണ് ഇതിൻ്റെ കളറ് വ്യത്യാസം വരുന്നത്. ആദ്യം നല്ല ചുമന്ന കളറല്ലായിരുന്നോ ആ ഗ്രേവിക്കൊക്കെ? ഇപ്പം നല്ലൊരു ഇത്തിരി ഡാർക്ക് പോലെ വന്നിട്ടില്ലേ? അപ്പോൾ ഞാനൊരു ഇച്ചിരിയും കൂടെ ഒന്ന് പറ്റിക്കുന്നുണ്ട്. ഇത്രയും ചാറ് എടുക്കുന്നില്ല. ഇവിടെ റേച്ചാന് 2-3 ദിവസം കുശാലായിരുന്നു. പ്രൈസം മോനും പിന്നെ റേച്ചാൻ ഇത് കഴിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും റേച്ചാൻ കഴിക്കത്തില്ലല്ലേ. അപ്പം ബാക്കിയുള്ളവർ വേറെയൊക്കെ കൂട്ടിയാണെങ്കിലും കഴിക്കുമല്ലേ. രാത്രി ഒരു നേരം അല്ലേ വന്ന് കഴിക്കുന്നത്. അപ്പം ഞാനിത് 2-3 ദിവസം റേച്ചാൻ വെച്ചിരുന്നു. പോളിനും അത്ര താല്പര്യമില്ല, എനിക്കും അത്ര താല്പര്യമില്ല. കൊച്ചവൻ പിന്നെ തിന്നുമായിരുന്നു. അപ്പച്ചനും കുഴപ്പമില്ല, അത്ര വലിയ ഇഷ്ടമല്ല, കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, ഈ ചാനൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.